കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സീനിയർ നഴ്സിന്റെ പുനർനിയമനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദങ്ങളിൽ വിശദീകരണവുമായി NGO യൂണിയൻ. ജീവനക്കാരിയുടെ നിയമനത്തിന് തടസ്സം നിൽക്കുന്ന NGO യൂണിയൻ അല്ലെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും യോഗത്തിൽ പറഞ്ഞു. അതേസമയം PB അനിതയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുനർനിയമനം നൽകി ആരോഗ്യവകുപ്പിന്റെ ഉത്തരവിറങ്ങി. കോൺഗ്രസ് സംഘടനാ നേതാവും സീനിയർ നഴ്സുമായ PB അനിതയുടെ പുനർനിയമനത്തിന്റെ പേരിൽ NGO യൂണിയനെതിരെ വ്യാപകമായി ആരോപണങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെ തുടർന്നാണ് NGO കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വിശദീകരണ യോഗം സംഘടിപ്പിച്ചത്. നിയമനം സംബന്ധിച്ച് അറിവുള്ളവർ തന്നെ തെറ്റായ പ്രചരണം നടത്തുന്നുവെന്നും ഏത് ഘട്ടത്തിലാണ് സംഘടന കുറ്റക്കാർക്ക് അനുകൂലമായി സംസാരിച്ചതെന്ന് തെളിയിക്കണമെന്നും NGO സംസ്ഥാന സെക്രട്ടറി PP സന്തോഷ് പറഞ്ഞു. വാക്കുകൊണ്ടോ എഴുത്തുകൊണ്ടോ പ്രതികൾക്ക് അനുകൂലമായ എന്തെങ്കിലും നിലപാട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കേരള NGO യൂണിയനോ FSTO സംഘടനകളോ നടത്തിയിട്ടുണ്ടോ? പറയാൻ വേണ്ടി കഴിയുമോ? ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവമാണ് അവിടെ നടന്നത്. ഒരു തർക്കവും അക്കാര്യത്തിലില്ല. ആദ്യം തന്നെ നിലപാട് പ്രഖ്യാപിച്ചത് ഞങ്ങളുടെ സംഘടനയാണ്. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് ആർക്ക്? ആ അതിജീവിതയ്ക്ക് ആദ്യം ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത് NGOയാണ്. കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയെ തകർക്കാനുള്ള വിവാദങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കുറ്റക്കാർക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കണമെന്ന നിലപാടാണ് സംഘടനയ്ക്കുള്ളതെന്നും യൂണിയൻ ഭാരവാഹികൾ യോഗത്തിൽ പറഞ്ഞു. കോടതി ഉത്തരവ് പരിശോധിച്ച് PB അനിതയുടെ പുനർനിയമനത്തിൽ തീരുമാനമെടുക്കുമെന്ന് ആരോഗ്യമന്ത്രിയും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതിനെ തുടർന്ന് സിസ്റ്റർ അനിതയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ പുനർനിയമനം നൽകാനും നിയമനവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ കോടതിയെ ധരിപ്പിക്കാനുമാണ് സർക്കാർ തീരുമാനം. കൈരളി ന്യൂസ്, കോഴിക്കോട്.